ഗായ്സ് അപ്പോഴത്തേക്ക് ഞാനില്ലേ ഇതായിട്ട് എടുത്തപ്പോഴത്തേക്കും അത് തന്നെ ഓഫായിപ്പോയി ഗായ്സ്. അപ്പോൾ ഇതൊരു പാർട്ട് 2 ആണ്. അപ്പോൾ ഉണ്ടാക്കണ ഞാനല്ല, അദ്വൈത ബോസാണ്. അപ്പോൾ അവൻ്റെ ഉണ്ടാക്കുകയാണേ. ഇപ്പം നമ്മൾ ഇങ്ങനെ മടക്കുക. ഞാൻ എവിടെ കൊണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടി ഗായ്സ്. ഇവിടെ ഒരു വര വരും. അപ്പോൾ ആ വരയിൽ 2 സൈഡും മുട്ടിക്കണം. അപ്പോൾ ഗായ്സ് നമ്മൾ മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുട്ടിച്ച് ഗായ്സ് 2 റോക്കറ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ആക്കി എടുക്കണം. ഓ ഗായ്സ് ഇവിടെ ഈ കൂർത്ത സ്ഥലത്തു നിന്ന് ഇവിടം വരെ ഇതിങ്ങനെ മടക്കി വെക്കണം ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കുകയാണ് ഗായ്സ്. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളണേ. ഈ അറ്റത്തെ മുട്ടിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കണം ഗായ്സ്. ചിലപ്പോൾ മുട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗായ്സ്. ഇത് ചെറിയൊരു പേപ്പറായോണ്ടേ അതിന് ചിറകടിക്കത്തില്ല, പക്ഷെ നല്ലപോലെ പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് ആദ്യമേ വിട്ടൊരു വക്കിയില്ലേ ഗായ്സ്, അതുപോലത്തെയാണ് ഇവൻ ഉണ്ടാക്കണത് ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ആക്കി. അപ്പോൾ റോക്കറ്റിൻ്റെ പോലെ ആക്കി എടുക്കണം ഫ്രണ്ട്. നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. റോക്കറ്റ് പോലെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് വെക്കണം ഗായ്സ്. ഈ എഡ്ജ് മുട്ടിക്കണം. നമ്മൾ നടക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ മടക്കി ഇവിടെ വരെ കൊണ്ടുവരിക. ഇതൊക്കെ നമ്മൾ ഇവിടെ മടക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇതാകാണ്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നോക്കണം. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഈ സാധനം കൊണ്ടാ ഇങ്ങനെ വര പോലെ. അപ്പോൾ ആ വരയിൽ നിന്ന് അപ്പുറത്തോട്ട് ഇങ്ങനെ ആക്കിയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് കിടക്കുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മടക്കി വെക്കുക. നമ്മൾ നോർമൽ പക്കി മടക്കുന്ന പോലെ തന്നെ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പക്ഷേ ഗായ്സ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഓർമ്മയുണ്ട്. സാധാ പക്കി വെക്കണ പോലെ ഈ പിടിക്കണ സാധനം നല്ല ഗ്യാപ്പ് വെക്കല്ലേ, തുമ്പത്ത് വെക്കാവുള്ളൂ. ഇങ്ങനെ ഇത്ര അങ്ങോട്ട് അകത്താവുള്ളൂ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തും അതുപോലെ തന്നെ ചെയ്യണം. ഗായ്സ് നമ്മൾ ഈ അറ്റം കണ്ടോ, ഇവിടെ ആയിട്ട് ചതുരം പോലെ ചെറുതായിട്ടൊന്ന് മടക്കി വെക്കുക ഗായ്സ്. ഇതൊക്കെ ഞാൻ മടക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് മടക്കണം. ഇത്ര ഉള്ളു ഗായ്സ്. നമുക്കിത് പറത്താം വാ ഗായ്സ്. അതെ ഇവിടെ അദ്വൈത ബോസിന്റെ അനിയനിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടേ. അപ്പൊ അതെ നമുക്ക് പറത്താം. റെഡി 1 2 3 സ്റ്റെപ്പ് പറത്തിക്കോ. നല്ല സ്പീഡിലാണ് ഗൈസ് അത് പോയത്, കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആദ്യമേ പറത്തിയത് അവിടെ ആ മരത്തെ തന്നെ ഇരിപ്പുണ്ട് ഗൈസ്. ആ പ്ലാവുമലത്തേരൊക്കെ ഇട്ടിരിപ്പുണ്ടേ. പക്ഷെ കാണാൻ കുറച്ച് പാടാ ഗൈസ്. ഇതില്ല, അത് അവിടെയാണ്, അവിടെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.